സങ്കടത്തോടെയാണ് വേറെ നിലയ്ക്ക് നമ്മുടെ സ്വന്തം ആനന്ദവാർ നമ്മുടെ ബസ് നമ്പർ പ്ലേറ്റ് പറ്റിച്ച് പോലീസുകാരെന്നും പറഞ്ഞ് TN ആക്കിയെന്നും പറഞ്ഞു കുറേ നമ്പർ പ്ലേറ്റ് മാറ്റിയെന്നും പറഞ്ഞ് ആദ്യം നമ്മളെ ബസ് പിടിച്ച് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഒരു ട്രിപ്പ് എടുത്ത് ആൾക്കാരെല്ലാം കൊടുത്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മുടെ ബസ് ഒന്ന് ആക്സിഡൻ്റ് ആകുന്നത് ഗൈസ്. അങ്ങ് വന്നതാണ്, ഇവിടുന്ന് അങ്ങ് വന്നതാണ്. നല്ല സ്പീഡിലായിരുന്നു. പെട്ടെന്ന് ഒരു കള്ളം കുടിച്ച് ഒന്ന് നേരെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ നോക്കിയാണ് പുള്ളിക്കാരൻ ബസ്സിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വെക്കാനൊക്കെ നോക്കി. 3 കേസ് ചെക്കൻ നേരെ വന്ന് ബിൽഡിങ്ങായിട്ട് ഇടിച്ചു. അങ്ങനെ നമ്മുടെ വണ്ടികൾക്കകത്ത് ഒരു പൊടി തീരുമാനമായിട്ടുണ്ട്. ഫുള്ള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇപ്പോൾ നിങ്ങൾ വണ്ടിയുടെ ബാക്കാണ്. ബാക്ക് സൈഡിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, പിന്നെ എന്നാലും ചെറിയ ഇതുണ്ട്. ഈ സൈഡിലൊക്കെ നമ്മുടെ ഇന്ത്യക്കായിട്ടുള്ള ഇതൊക്കെ പോയി. മേളിൽ എന്തോ ഒരു ചതവുണ്ട് കണ്ടോ, അവിടെ എന്തോ ചതവുണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡിലൊന്നും കുഴപ്പമില്ല, സൈഡിലല്ല ഫ്രണ്ടിലാണ് പണി ഉള്ളും കേസ്. ഫ്രണ്ടാണ് ഏറ്റവും വിളിച്ച് ചില്ലൊന്നും പൊട്ടിയില്ലെന്ന് പറയും കേസ്. ഇതുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് കണ്ടോ, ഇത് ആ ടോപ്പ് ലൈറ്റ് ഉണ്ടോ, ടോപ്പ് ലൈറ്റിൻ്റെ അവിടെ പൊട്ടി, ഗ്ലാസ് പൊട്ടി, ഇതുണ്ട് ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ പൊട്ടി. സൈഡെല്ലാം ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഫുൾ വണ്ടിയുടെ പോയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ബ്രേക്ക് കാര്യങ്ങളൊന്നും കിട്ടാതിരുന്നിട്ടില്ല. ചെക്കൻ എന്തോ ഒരു ആ പുള്ളിക്കാരൻ കാരണമാണ് ഇടിച്ചത്. പിന്നെ വണ്ടി വരുന്ന വഴിക്ക് ജസ്റ്റ് വരഞ്ഞു അന്നേരം വലിയ ഇതുണ്ട്, ഈ അടിയിലുണ്ട് ഈ പോർഷൻ. ഈ സാധനം ജസ്റ്റ് ഒന്ന് വരഞ്ഞിരിക്കുകയായിരുന്നു. അത് പൊട്ടി കയറിയാണ് ഈ ലൈറ്റിൻ്റെ ഇവിടെ കയറലാണ്. പിന്നെ നമ്മുടെ വൈപ്പറിന് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ മേളിലത്തെ ഏതാണ്ട് ഇവിടെ എന്തായിരുന്നു ഈ സ്റ്റിക്കറെല്ലാം മറന്നുപോയി, ആ ഇടിയിൽ വന്നായിരിക്കും. പിന്നെ വണ്ടിയുടെ കണ്ണിനൊന്നും പ്രശ്നമില്ല, കണ്ണിൻ്റെ അതേ സാധനം ബമ്പർ ചാടിയിട്ടുണ്ട്. സൈഡിൽ ഫുൾ ഈ വണ്ടി കയറാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളെ വൈപ്പറിനൊന്നും കുഴപ്പമില്ല, കയറാം. നമ്മളത് കയറിയിട്ടുണ്ട്. താക്കോലും കാര്യങ്ങളൊക്കെ ഈ വണ്ടി തന്നെ ഉണ്ട്. രണ്ടോക്കുമാണ്. നമുക്ക് സ്റ്റാർട്ടാകാൻ നോക്കാം, സൗണ്ട് കേൾപ്പിക്കാം. വണ്ടി ഓടും നോക്കാനായിട്ട് ഗിയറൊക്കെ വണ്ടി ഓഫായി പോകുന്നു. കുഴപ്പമില്ല കേസ്. വണ്ടി ഓടുന്നൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ വെച്ചാൽ കേസ് വണ്ടി നല്ല 52 ഇതേ ഉള്ളൂ. നമ്മളിത് വണ്ടി ഇച്ചിരി ബാക്ക് എടുത്തിട്ടാണ്. സൗണ്ട് ഭയങ്കര എനിക്കിഷ്ടമില്ല. ഓ ഗായ്സ്, എനിക്ക് നല്ല വിഷമമുണ്ട് ഗായ്സ്. ഇവിടെ ഐഫോൺ ചേട്ടൻ്റെ ഐഫോൺ പുള്ളിക്കാരന് വലിയ കാര്യമായിട്ടൊന്നും പറ്റില്ല. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി ജസ്റ്റ് വണ്ടി ബ്രേക്ക് പിടിക്കാൻ വന്നില്ല. ബ്രേക്ക് പുള്ളിക്കാരൻ ആ വണ്ടി ബ്രേക്കിന് ഒരു ആക്സിലേറ്റർ കൂട്ടി വന്നു. പറയാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ വണ്ടിയുടെ ലൈറ്റ്സൊക്കെ വർക്ക് ചെയ്യുന്നു ഗായ്സ്. നമുക്ക് ഈ ലൈറ്റ് പ്രകാശനോട് കമ്മി പറയുന്നു. ഇതുകൊണ്ട് ഇപ്പോഴും ലൈറ്റിന് ഒരു കുഴപ്പമില്ല. ഈ ലൈറ്റ് മോൻ ഇപ്പോഴും പക്കയായിട്ട് കത്തുന്നുണ്ട്. മീൻസ് നമ്മുടെ മറ്റേ ടോപ്പ് ലൈറ്റ്സ് മറ്റേ ലൈറ്റ്സൊക്കെ ഇട്ട് നോക്കാം, അതൊക്കെ ഇപ്പോഴും വർക്കിങ്. അത് കുഴപ്പമില്ല കേട്ടോ. അതിന് ഈ സാധനം കണ്ട ഇത് മാത്രം കയറി ഇതാണ് മെയിനായിട്ട് ചളിങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ലൈറ്റ്സ് ബാക്കിൽ ഗ്ലാസ് ഇവിടുത്തെ എല്ലാം ലൈറ്റ് അടിച്ചു പോയിട്ടാ. ബാക്കി ഇത് മാത്രമേ കത്തുന്നുള്ളൂ. എനിക്കൊന്ന് കണ്ണാന്ന് തോന്നുന്നു ഏറ്റവും പ്രശ്നം. ശരിക്കും വണ്ടി ലൈറ്റ്സ് ഇട്ടല്ല ഓടിച്ചത്. നമുക്ക് വണ്ടി നിർത്താം. പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. വിഷമം ഇതൊരു കാര്യം പറയാനുള്ള വിഷമം. നമ്മുടെ വണ്ടി എത്തുന്നു ഇതൊരു ലൈറ്റിടുന്നില്ല. ഈ സൈഡിൽ ഉണ്ടോ അങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മുടെ വണ്ടി നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാം. വൈപ്പർ വർക്കിങ് ആണോ? പൊളിയാണ് വൈപ്പറൊക്കെ വർക്കിങ്. ജസ്റ്റ് വളച്ചെടുത്ത് ഇവിടെ വണ്ടി ഇപ്പോഴും വർക്കിംഗ് കണ്ടിരിക്കണം. ഇപ്പോഴും വണ്ടിക്ക് ഒരു ഡോർ എന്തെങ്കിലുമൊക്കെ ലൈറ്റ്സ് ഇപ്പോഴും പറ്റും. അതാണ് എനിക്ക് ഏറ്റവും ആവശ്യം. നമ്മൾ വലിയ വണ്ടി ബാക്ക്
കുഴപ്പമില്ല, പക്ഷെ വണ്ടി ഇറങ്ങും. ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്നില്ല, പകരം അർജുനെ വെച്ചിട്ടുണ്ട്. അർജുനാണ് വണ്ടി ഓടിച്ചത്. സജുണ്ണനാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഈ ബാഗിൽ പോയി, ബാഗിലല്ല എന്തെങ്കിലും തട്ടോ മുട്ടോ ഉണ്ടോ എന്ന് അറിയാൻ അർജുണ്ണൻ വണ്ടി ഓടിക്കുന്നത്. വണ്ടി ഓടിക്കുന്നത് അതുപോലെ അടുത്ത് ഒരു കട ഇവിടെ നമുക്കൊരു വണ്ടി എടുക്കുന്നത് തിരിക്കാൻ വേണ്ടി ഏറ്റവും സംഭവം ബാക്ക് ഇടിച്ച സംഭവം ബാക്കിലേക്ക് പിന്നെ പറഞ്ഞിട്ട് നമ്മുടെ ബാക്കിലൊരു വണ്ടി ഇടിച്ചായിരുന്നു. ബാക്കിലേക്ക് ഒരു ബസ്സിൻ്റെ ബാക്ക് വന്ന് ഇടിച്ച ആ ബസ് ബസ് കൊണ്ട് ബസ്സിൻ്റെ പ്രകാശിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഇവിടെ അല്ല, അതിൻ്റെ അപ്പുറത്താണ്. അപ്പുറത്തിൻ്റെ ഇത് ശരിക്കും പ്രകാശ് കിട്ടാൻ മതി, പക്ഷെ പ്രകാശ് ചോദിക്കണം. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓക്കെ എന്നാണ്. അപ്പം ഒരു കാര്യം നമുക്ക് തിരിച്ച് പ്രകാശ് സേഫ് ആയിരിക്കും, ആരും തുടക്കില്ല എന്ന് വിചാരിക്കുന്നു. പ്രകാശിലോട്ട് പ്രകാശിൻ്റെ എൻട്രൻസ് പക്ഷെ ലോക്ക്ഡൗൺ